റുപ്പി മകന്റെ യൂട്യൂബ് ചാനലിൽ കൂടുതൽ വീഡിയോകൾ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ എപ്പോഴും ചോദിക്കുന്നത് ഏറ്റവും സേഫ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ എവിടെ ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളെ പറ്റിയും ട്രഷറി നിക്ഷേപങ്ങളെ പറ്റിയും KSFE പോലുള്ള സേഫ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങളെ പറ്റിയും ഒക്കെ പറയുന്നത്. അതുപോലെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടുന്ന പ്ലാറ്റ്ഫോമുകളെ പറ്റിയും പറയാറ്. ഇത്തരം പ്ലാറ്റ്ഫോമുകളെയും ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് പദ്ധതികളെയും പറ്റി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ സോവറൻ ഗ്യാരണ്ടിയോടുകൂടി 100% നമ്മൾക്ക് പണം തിരികെ കിട്ടും എന്ന ഒരു നിശ്ചിത അളവില്, എന്നാൽ ഇൻഫ്ലേഷനെ അടുത്തോ ഇൻഫ്ലേഷനെ തൊട്ട് ബീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ കിട്ടുന്ന ലാഭം തരുന്ന പദ്ധതികളെ പറ്റിയിട്ട് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ആ ഗ്യാപ്പാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ക്ലോസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോണ്ടുകളെ പറ്റിയിട്ടാണ്, RBI ബോണ്ടുകളെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ഞാൻ സുബീഷാണ്, റുപ്പി മങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റുപ്പി മങ്ക് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. RBI ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ചെലവുകൾക്കായിട്ട് പൗരന്മാരിൽ നിന്നും കടമെടുക്കുന്ന ഒരു പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ പറയാം. അതായത് സർക്കാരെ പറയാണ്, സർക്കാരിന്റെ ആവശ്യങ്ങൾക്കായിട്ട് കുറച്ച് പണം ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇത്ര ശതമാനം നിരക്കിൽ പലിശ ഞങ്ങൾ തന്നോളാം, അതിനുവേണ്ടി നിങ്ങളുടെ അടുത്ത് നിന്ന് കടം വാങ്ങുന്നു. അതിനാണ് ഈ ബോണ്ട് എന്ന് പറയാം. കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ ഗുണഭോക്താവ് എന്നുള്ളത് കൊണ്ടും ഇത് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ളത് കൊണ്ടും തന്നെ ഇതിൽ നിന്ന് പണം നഷ്ടപ്പെടാനുള്ള യാതൊരുവിധ സാധ്യതയില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. എല്ലാ നിക്ഷേപങ്ങളും ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ റിസ്കുകളുള്ള നിക്ഷേപങ്ങളാണ്. പക്ഷേ പണം നഷ്ടപ്പെടുന്ന റിസ്ക്, ക്രെഡിറ്റ് റിസ്ക് ഒരു കാരണവശാലും ഇല്ലാത്ത ഒരു നിക്ഷേപ പദ്ധതിയാണ് ഈ ഗവൺമെന്റിന്റെ ബോണ്ടുകൾ. ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ നിക്ഷേപിക്കുന്നതാണ്. അതായത് നമ്മളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട് എന്നുണ്ടെങ്കിൽ ആ പണം ഒറ്റത്തവണ എന്നുള്ള രീതിയിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതിയാണ്. അല്ലാതെ മാസം മാസം അടയ്ക്കുകയോ 3 മാസം കൂടുമ്പോൾ അടയ്ക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല ഇതിന്റെ രീതി. 1000 രൂപ മുതൽ എത്ര രൂപ വരെ വേണമെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കാം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ടഡ് ആയിട്ടുള്ള പണം, വൈറ്റ് മണി, എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. 1000 രൂപയാണ് മിനിമം എമൗണ്ട്. 7 വർഷമാണ് ഇതിന്റെ കാലാവധി എന്നുള്ള പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഏതൊരു ഇന്ത്യൻ റെസിഡന്റിനും അല്ലെങ്കിൽ HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയിട്ടുള്ള ആളുകൾക്കും നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. NRIകൾക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കില്ല, പുതിയതായിട്ട് നിക്ഷേപിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ NRIകൾ മുൻപ് നിക്ഷേപിച്ചിട്ടുള്ള ബോണ്ടുകൾ NRI ആയാലും ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. NRI ആയിട്ടുള്ള ആളുകൾക്ക് പുതിയതായിട്ട് മാത്രം നിക്ഷേപിക്കാനായിട്ട് സാധിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രധാന ബാങ്കുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. SBI, HDFC, ICICI, കാനറ ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ RBI ബോണ്ടുകൾ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സംവിധാനം അവർ ഒരുക്കി തരും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ബാങ്കുകൾ മിസ് സെല്ലിംഗ് ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതായത് എല്ലാ ബാങ്കിലെയും എംപ്ലോയീസിന് അവരുടെ മോശം ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ, മോശം ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റുകളൊക്കെ ആളുകളുടെ തലയിൽ എങ്ങനെയെങ്കിലും അടിച്ചേൽപ്പിച്ച് അവരുടെ കമ്മീഷൻ ഉണ്ടാക്കുകയും ബാങ്കിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള കുറെ ടാർഗറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിലേക്ക് കാലെടുത്ത് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. നിങ്ങൾ ബോണ്ട് മേടിക്കാനാണ് ബാങ്കിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ബോണ്ട് മാത്രം മേടിക്കുക. അവർ പറയുന്ന ഇൻഷുറൻസ് പോളിസികളോ ഇൻവെസ്റ്റ്മെന്റ് പോളിസികളിലോ ഒന്നും തലവെക്കാതിരിക്കുക. ഇത് പല ആളുകൾക്കും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ബാങ്കുകളിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള സെല്ലിങ്ങിനെ പറ്റിയിട്ട് ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് തെറ്റായിട്ടുള്ള ഇൻഷുറൻസ് പോളിസികളൊക്കെ വഴി ആളുകളെ പറ്റിച്ചിട്ടുള്ള ബാങ്കുകാർ നിരവധിയാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 8.05%, 8% തൊട്ട് മുകളിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണുള്ളത്. അപ്പൊ 7 വർഷവും നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അത് മാത്രമല്ല ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വർഷത്തിൽ 2 തവണ 6 മാസം കൂടുമ്പോൾ ഇതിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ജനുവരി മാസം 1-ാം തീയതിയും ജൂലൈ മാസം 1-ാം തീയതിയുമാണ് യൂഷ്വലി ഇതിന്റെ ഈ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ക്രെഡിറ്റ് ആവുക. അതിന് നിങ്ങൾ ബാങ്കിൽ പോയി ക്യൂ നിൽക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഈ ബോണ്ട് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന സമയത്ത്, അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ആ ബാങ്കിലെ ഒരു പാസ്ബുക്കും അല്ലെങ്കിൽ ചെക്കോ കയ്യിൽ ഉണ്ടാവും നന്നായിരിക്കും.
ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ അപേക്ഷ ഫില്ല് ചെയ്ത് കൊടുത്ത് ഇതിന്റെ കോപ്പികളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവര് ഒരു പ്ലെയിൻ പേപ്പറിൽ ഒരു ബോണ്ട് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്തു തരും. അതിലൊരു ബോണ്ട് ലെഡ്ജർ നമ്പർ ഉണ്ടായിരിക്കും. അതാണ് നിങ്ങളുടെ ബോണ്ടിന്റെ അക്കൗണ്ട് നമ്പർ. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ 6 മാസം കൂടുമ്പോൾ എല്ലാ ജനുവരി 1-ാം തീയതിയും ജൂലൈ 1-ാം തീയതിയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇതിന്റെ പലിശ വരും. എപ്പോഴും ഈ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 8.05 ആണ്. 3 മാസം കൂടുമ്പോൾ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് റിവൈസ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് പോസ്റ്റ് ഓഫീസിലെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഇപ്പോൾ 7.7%. സാധാരണ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ 7.7 കൂടി 0.35 ചേർത്തിട്ടുള്ള 8.05 ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിന്റെ പോസ്റ്റ് ഓഫീസിലെ NSC സർട്ടിഫിക്കറ്റുകളേക്കാൾ 0.35% കൂടുതലായിരിക്കും എപ്പോഴും ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് കണ്ടിട്ടുള്ളത്. 3 മാസം കൂടുമ്പോൾ ഇതിന്റെ പ്രൈസ് റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിവൈസ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ഇൻഡിവിജ്വൽ ആയിട്ടും ജോയിന്റ് ആയിട്ടും മൈനറുടെ പേരിലും ഒക്കെ നിക്ഷേപിക്കാം. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ എന്റെ പേരിൽ തന്നെ എനിക്ക് ബോണ്ട് എടുക്കാം. ജോയിന്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ 2-ഓ അതിലധികം ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അക്കൗണ്ട് എടുക്കാം. പക്ഷെ ഇതിന്റെ ഓണർഷിപ്പ് എപ്പോഴും 1-ാമത്തെ ആളായിരിക്കും. 1-ാമത്തെ ആൾക്ക് മരണം സംഭവിച്ചാൽ മാത്രമേ 2-ാമത്തെ ആൾക്ക് അതിനുള്ള അർഹത ഉണ്ടാവുകയുള്ളൂ. അതുപോലെ മൈനറിന്റെ പേരിൽ ഗാർഡിയനും, അതായത് 18 വയസ്സ് പൂർത്തിയാകാത്ത ആളുടെ പേരിൽ അവരുടെ ഗാർഡിയൻസിനും ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബോണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോൺ എടുക്കാനൊന്നും സാധിക്കില്ല. നിങ്ങളുടെ ബാങ്ക് നിക്ഷേപങ്ങൾ, ബാങ്ക് എഫ്ഡികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കുമല്ലോ, അതുപോലെ ഈ RBIയുടെ ബോണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ലോൺ എടുക്കാനായിട്ട് സാധിക്കില്ല. സാധാരണ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു കാരണവശാലും ഇത് കാലാവധി എത്തുന്നതിന് മുൻപ് പിൻവലിക്കാനും സാധിക്കില്ല. 7 വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേസമയം തന്നെ 60 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള ആൾക്ക് 6 വർഷത്തിന് ശേഷം ഇത് പിൻവലിക്കാം, പ്രീമച്യൂർലി ക്ലോസ് ചെയ്യാം. അതുപോലെ 70-നും 80-നും ഇടയ്ക്ക് വയസ്സുള്ള ആളുകൾക്ക് 5 വർഷത്തിന് ശേഷം പ്രീമച്യൂർലി ക്ലോസ് ചെയ്യാം. 80 വയസ്സിന് മുകളിലുള്ള ആൾക്ക് 4 വർഷത്തിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാം. അല്ലാതെ സാധാരണ ഏജിലുള്ള ഒരാൾക്ക് പ്രീമച്യൂർലി ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ഈ 7 വർഷവും ഈ ഒരു ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് വേണം എന്ന് ചിന്തിക്കുന്ന, 6 മാസം കൂടുമ്പോൾ അതിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്ന് ചിന്തിക്കുന്ന, അതിന്റെ ലോൺ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് കരുതുന്ന, എന്നാൽ ഈ പണം ഈ 7 വർഷവും തുടർച്ചയായിട്ട് നിക്ഷേപിച്ച് ഇരിക്കാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബോണ്ടുകൾ. ബോണ്ടുകൾ കിട്ടുന്നത് ബാങ്കുകളിലാണ്. പക്ഷെ അവിടെ പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, അവിടുത്തെ റിലേഷൻഷിപ്പ് മാനേജർമാരും അവിടുത്തെ ബാങ്ക് മാനേജർമാരും പലരും അവരുടെ പ്രോഡക്റ്റുകൾ മിസ്സെല് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. അവരെ പ്രത്യേകിച്ച് സൂക്ഷിക്കുക. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട്